നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ കാട്ടുതീ പോലെ കത്തിപ്പടർന്നിട്ടും അന്വേഷണത്തിന് വേണ്ടിയുള്ള മുറവിളി പല ഭാഗത്തു നിന്ന് ഉയർന്നിട്ടും സ്വർണം എവിടെ പോയി, ആര് കൊണ്ടുപോയി എന്നുള്ള വലിയ ചോദ്യങ്ങൾക്കുള്ള പൂർണ്ണമായ ഉത്തരം ഇപ്പോഴും അകലെ തന്നെയാണ്. എന്നാൽ സ്വർണം പുരാവസ്തു കോടികൾ മുടക്കി വാങ്ങിയും കടത്തിയും വിദേശത്തേക്ക് കടത്തി വിൽക്കുന്നവരുടെ കയ്യിൽ ഭദ്രമായി എത്തി എന്നുള്ള വിവരങ്ങൾക്ക് സാധുത കൂടുമ്പോൾ ഓരോ ഭക്തനും അത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കും. ശബരിമല പോലെ ഭക്തലക്ഷങ്ങൾ കൈകൂപ്പി തൊഴുതു നിൽക്കുന്ന വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ പൈതൃകം മുതൽ രാജ്യത്തു നിന്ന് പോലും കടത്തിയെങ്കിൽ അതിനുള്ള കൃത്യമായ ഉത്തരം ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ മറഞ്ഞിരിക്കുന്ന പല സത്യങ്ങളും മറന്നീക്കി പുറത്തു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് മൊഴിയെടുക്കുന്നതെന്നാണ് അവസാന വിവരങ്ങൾ. ക്രൈംബ്രാഞ്ചിന്റെ ഈഞ്ചക്കൽ ഓഫീസിൽ ചെന്നിത്തല എത്തും. ബുധനാഴ്ച മൊഴിയെടുക്കാനായിരുന്നു ധാരണ. ഉന്നതതല ഇടപെടലിനെ തുടർന്നാണ് ഇത് മാറ്റിയത്. അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്നാണ് മാറ്റുന്നത് എന്നായിരുന്നു പുറത്തു വന്ന വിവരം. എന്നാൽ തദ്ദേശ വോട്ടെടുപ്പ് സമയത്ത് ചെന്നിത്തല മൊഴി നൽകുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ലായിരുന്നു. അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘവുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ബന്ധമുണ്ടെന്ന രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുക്കാനുള്ള നീക്കം നടത്തിയത്. മൊഴിയെടുക്കൽ നീട്ടിക്കൊണ്ടുപോയാൽ ചെന്നിത്തല ഹൈക്കോടതിയെ സമീപിക്കുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ദേവസ്വം ബെഞ്ചിനെ സമീപിക്കുന്നതാണ് പരിഗണനയിലെന്നും വാർത്ത നൽകി. ഇതോടെയാണ് ചെന്നിത്തലയെ മൊഴിയെടുക്കാൻ SIT വിളിപ്പിച്ചത്. വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് ചെന്നിത്തലയാണ് SITയെ അറിയിച്ചത്. ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ബുധനാഴ്ച മൊഴിയെടുപ്പ് നിശ്ചയിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെ അസൗകര്യത്തെ തുടർന്ന് മാറ്റുകയായിരുന്നു. സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ വസ്തുവായി വിറ്റു എന്ന് ഒരു വ്യവസായി തന്നോട് പറഞ്ഞെന്നും രഹസ്യമൊഴി നൽകാൻ വ്യവസായി തയ്യാറാണെന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. തദ്ദേശത്തിലെ 2ാം ഘട്ട വോട്ടെടുപ്പിന് തലേ ദിവസം ചെന്നിത്തല മൊഴി നൽകുന്നത് സർക്കാർ ഗൗരവത്തിലെടുത്തു. ഈ മൊഴി തിരഞ്ഞെടുപ്പിനെ ബാധിക്കും. മൊഴി നൽകിയ ശേഷം ചെന്നിത്തല കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തുമെന്നും CPM വിലയിരുത്തി. ഇതോടെയാണ് ചില ഉന്നത ഇടപെടലുകൾ ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് മൊഴിയെടുക്കൽ നീട്ടിയത്. എന്നാൽ ഹൈക്കോടതിയിൽ ചെന്നിത്തല നേരിട്ട് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ SIT മനസ്സിലാക്കി. ഇത് മുകളിലുള്ളവരെയും അറിയിച്ചു എന്നാണ് വിവരം. അതിനുശേഷമാണ് മൊഴിയെടുക്കാൻ ചെന്നിത്തലയോട് എത്താൻ ആവശ്യപ്പെട്ടത്. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ പുരാവസ്തുവായി വിറ്റുവെന്നും 500 കോടി രൂപയുടെ മൂല്യം അതിനുണ്ടെന്നും വിവരം ലഭിച്ചതായി ചെന്നിത്തല കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ചുള്ള വിവരം കൈമാറാൻ തയ്യാറാണ് എന്ന് രമേശ് ചെന്നിത്തല കത്തു നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൊഴിയെടുക്കാൻ തീരുമാനിച്ചത്. തനിക്ക് പരിചയമുള്ള ഇന്ത്യക്ക് വെളിയിൽ വ്യവസായം നടത്തുന്ന ആളാണ് ഇത്തരത്തിൽ വിവരം നൽകിയതെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. മുൻപ് ഇത്തരത്തിൽ നൽകിയ വിവരങ്ങൾ വിശ്വാസ്യതയുള്ളതായിരുന്നു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹം അറിയിച്ച കാര്യങ്ങൾ SITക്ക് കൈമാറാൻ തീരുമാനിച്ചത്. വിവരം നൽകിയ ആളെ ചോദ്യം ചെയ്ത് കാര്യങ്ങൾ അവർ അന്വേഷിച്ചു കണ്ടെത്തട്ടെ എന്നും ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണത്തിന് രാജ്യാന്തര മാർക്കറ്റിൽ 500 കോടി മുതൽ 1000 കോടി വരെ മൂല്യമുണ്ട് എന്നും ചെന്നിത്തല പറഞ്ഞിരുന്നു. അത്തരത്തിലൊരു വിവരം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന് ചെന്നിത്തല തുറന്നടിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് സ്വയം കാര്യങ്ങൾ പറയാൻ ഭയമുണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോൾ അദ്ദേഹം വിവരങ്ങൾ കൈമാറാൻ സന്നദ്ധനായിട്ടുണ്ടെന്നും ഇത്രയും നാൾ അന്വേഷിച്ചിട്ടും സ്വർണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ സാഹചര്യത്തിലാണ് തനിക്ക് ലഭിച്ച വിവരം SITയെ അറിയിക്കാൻ തീരുമാനിച്ചതെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. പുരാവസ്തു കള്ളക്കടത്ത് സംഘത്തെ കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ചെന്നിത്തല പ്രത്യേക അന്വേഷണ സംഘത്തെ നയിക്കുന്ന ADGP H വെങ്കടേഷിനാണ് കത്ത് നൽകിയത്. ക്ഷേത്രങ്ങളിൽ നിന്ന് പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കടത്തി രാജ്യാന്തര കരിഞ്ചന്തയിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും അതിന്റെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ഈ വഴിക്ക് കൂടി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുന്നതെന്നും കത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. കാണാപ്പുറത്തുള്ള രാജ്യാന്തര മാനങ്ങളെ കുറിച്ച് കൂടി അന്വേഷിക്കണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷം മതി മൊഴിയെടുക്കലെന്നാണ് സർക്കാരിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ച നിർദ്ദേശം. ചെന്നിത്തലയുടെ മൊഴിയിൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുമെങ്കിൽ കേരളം ഞെട്ടാൻ പോകുന്ന തരത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് അഹങ്കരിക്കുന്ന മണ്ണിന്റെ അന്തർധാരയിൽ നടക്കുന്ന കൊടിയ കള്ളക്കടത്തു സംഘത്തിന്റെ ചുരുളുകളാണ് ഇനി അഴിയാൻ പോകുന്നത്. ഭരിക്കുന്നവരുടെ സിംഹാസനം അതിന്റെ പ്രകമ്പനത്തിൽ പൊളിഞ്ഞു താഴെ വീഴാനുള്ള സാധ്യത പോലും നിലനിൽക്കുമ്പോൾ ചെന്നിത്തലയുടെ വാക്കുകൾ കാട്ടുളി പോലെ രൂക്ഷമാകുമെന്ന് ഉറപ്പാണ്.